ഇനി നമുക്ക് ആശമാരുടെ വാർത്തയിലേക്ക് കടക്കാം അല്ലേ. അവർ ഇന്നലെ തന്നെ നമ്മൾ കണ്ട് മഴയും വെയിലും ഒക്കെ മറികടന്ന് അവർ സമരം ചെയ്യുന്ന ആശ കൈവിട്ടതോടെ സമരം ശക്തമാക്കി ആശാ വർക്കർമാർ. സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് പിന്നാലെ ഇന്ന് മുതൽ സമരം ശക്തമാകും. വ്യാഴാഴ്ച മുതൽ നിരാഹാര സമരം ആരംഭിക്കാനാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. സമരം ഇന്ന് 37ാം ദിവസത്തിലേക്ക് കടക്കും. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും ചേരുന്നു. പ്രശാന്ത്, നിലവിൽ ആശമാരുടെ ആവശ്യങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇന്നലെ അംഗീകരിച്ചത്. ഇത്രയധികം ദിവസമായി ആശമാർ അവിടെ സമരവുമായി രംഗത്തുണ്ട്. ശാന്തമായ സമരമായിരുന്നു. ഇന്നലെ മാത്രമാണ് ഒന്ന് നിയമലംഘനത്തിലേക്ക് അവരെ തള്ളി വിടുകയായിരുന്നു എന്ന് തന്നെ പറയണം. എന്നിട്ട് പോലും ഇവരോട് ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ഇതുവരെ തയ്യാറായിട്ടുള്ള സർക്കാർ എന്നത് ശ്രദ്ധേയം. ആവശ്യങ്ങളിൽ ഒന്ന് മാത്രമാണ് അംഗീകരിച്ചത്. പ്രശാന്ത്, തീർച്ചയായും സമരം 37ാം ദിവസത്തിലേക്കാണ് ഇന്ന് കടക്കുന്നത്. ഈ 37-36 ദിവസങ്ങൾ പിന്നിടുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടികളോ അല്ലെങ്കിൽ സമരസമിതി ഉന്നയിച്ച ആവശ്യങ്ങളോട് ഒരു അനുകൂലമായ പ്രതികരണമോ ഉണ്ടായില്ല എന്നതാണ് വീണ്ടും സമരം തുടരാനുള്ള കാരണമായി തുടരുന്നത്. കഴിഞ്ഞ ദിവസം അതിശക്തമായ രീതിയിലൊരു പ്രതിഷേധം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചിരുന്നു. സെക്രട്ടേറിയറ്റ് ഉപരോധം MG റോഡിനെ പൂർണ്ണമായും നിശ്ചലമാക്കിക്കൊണ്ട് ആശാ വർക്കർമാരുടെ ശക്തി തെളിയിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആശാപ്രവർത്തകർ വിവിധ ജില്ലകളിൽ നിന്നടക്കമുള്ളവർ ഈ തലസ്ഥാനത്തേക്ക് എത്തുകയും MG റോഡിലേക്ക് എത്തുകയും സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിശക്തമായ ഒരു പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. തുടർന്നും ആ പ്രതിഷേധത്തിലാണ് സത്യാഗ്രഹമടക്കമുള്ള കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് പോകുന്ന പ്രഖ്യാപനവും ഉണ്ടായത്. ഇപ്പോൾ 36 ദിവസങ്ങൾ പിന്നിടുകയാണ്. 37ാം ദിവസം എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഈ സമരസമിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആശാ ഹെൽത്ത് വർക്കർ അസോസിയേഷൻ്റെ യസ്മിനി, ഈ സമരം വീണ്ടും തുടരുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസവും സംസാരിച്ചിരുന്നു. ഈ 36 ദിവസങ്ങൾ പിന്നിടുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അനുകൂല നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇനി തുടർന്ന് നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണല്ലേ? ഞങ്ങൾ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ്. കാരണം കേരളത്തിൻ്റെ പൊതുസമൂഹം തീരുമാനിക്കട്ടെ. കഴിഞ്ഞ 37 ദിവസം ഇവിടെ ഈ പൊരിവെയിലത്തും പെരുമഴയത്തും കിടക്കുന്ന ആശാവർക്കർമാർ മിനിമം കൂലി ആവശ്യപ്പെട്ട് സമരത്തിന് വരുമ്പോൾ ഇങ്ങനെ ആക്ഷേപിച്ചും പരിഹസിച്ചും അല്ലെങ്കിൽ സമരങ്ങളെ പൊളിക്കാനുള്ള സർക്കാർ തല സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടും കൂലി വർധനവ് എന്ന് പറയുന്നത് അവരുടെ അജണ്ടയിലില്ല എന്നുള്ളത് പൊതുസമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ആശാവർക്കർമാർ ഇവിടെ ഇനി നിരാഹാര സമരത്തിലേക്ക് പോവുകയാണ്, അനിശ്ചിതകാല സമരത്തിലേക്ക്. പൊതുസമൂഹം തീരുമാനിക്കട്ടെ, അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ സമരത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് സർക്കാരിൻ്റെ ആ സമീപനമാണ്. എന്നാൽ ഈ തൊഴിലാളി വർഗ പാർട്ടി എന്നൊക്കെ അവകാശപ്പെടുന്ന CPM തന്നെയാണ് ഈ നിങ്ങളുടെ ആശമാരുടെ സമരത്തോട് ഈ ഒരു അനീതി കാട്ടുന്നത്. ഇവരേത് കാലത്താണ് തൊഴിലാളികളോടൊപ്പം നിന്നതെന്ന് ഇപ്പോൾ സംശയമുണ്ട്. വളരെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ അത് കഴിഞ്ഞ് വളരെയധികം മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഇന്ന് തൊഴിലാളി ഇത് കേൾക്കുന്നത് തന്നെ അവർക്ക് അലർജി ആയിരിക്കുന്നു. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ആശാവർക്കർമാർ, പ്രത്യേകിച്ച് സ്ത്രീകളെങ്ങനെ പരിഹസിക്കുകയോ ആക്ഷേപിക്കുകയൊക്കെ ചെയ്യൂ, അല്ലെങ്കിൽ അങ്ങനെ ആക്ഷേപിക്കുന്നവരെ ശാസിക്കില്ലേ, അവരെ തിരുത്തില്ലേ? അപ്പോൾ അതൊന്നും നടക്കുന്നില്ല. എല്ലാ ദിവസവും തന്നെയാണ്. ഇതിന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്ന ഈ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നിടത്ത് പോലും വന്നിരുന്ന് കള്ളം പറയാനും അധിക്ഷേപിക്കാനും മറ്റ് മോശപ്പെട്ട പദങ്ങൾ ഉപയോഗിക്കുന്നതിന് ഇവർക്കൊരു മടിയില്ല. ഇവരിപ്പോഴും ആരോടാണ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഈ കേരളത്തിലെ ജനങ്ങളോടാണ്. ഇപ്പോൾ ആശാവർക്കർമാരോടെന്നുള്ളത് മാറി. ഈ കേരളത്തിലെ സാധാരണ ജനങ്ങളോടാണ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് തിരുത്തേണ്ടി വരും. ഞങ്ങളുടെ അഭിപ്രായത്തിൽ അത് തിരുത്തേണ്ടി വരും. ജനങ്ങളല്ലെങ്കിൽ അത് തിരുത്തിക്കും. അത് തന്നെയാണ്. സമരം ശക്തമായി തന്നെ മുന്നേറുകയാണ്. എന്നാൽ സർക്കാർ സ്വീകരിക്കുന്ന സമീപനങ്ങൾ സമീപനങ്ങളൊരു വേദനാജനകമായി ഇവരുടെ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും ദിവസം പിന്നിടുമ്പോഴും അത്തരം നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരം. കഴിഞ്ഞ ദിവസത്തെ ഒരു സമരം കൂടി കഴിഞ്ഞിരുന്നു. നിങ്ങൾ വീണ്ടും ഈ രാപ്പകൽ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ രാപ്പകൽ സമരമായി മുന്നോട്ട് പോകുന്നു. അടുത്ത അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം കിടക്കാൻ പോകുന്നു. എന്ത് വന്നിരുന്നാലും ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയതിന് ശേഷം മാത്രമേ ഞങ്ങളിവിടെ നിന്ന് പിരിഞ്ഞു പോവുകയുള്ളൂ. ഇന്നലത്തെ മഴയിലും വെയിലിലും ഞങ്ങൾ വാടി തളരാതെ ഇതെല്ലാം അവഗണിച്ചുകൊണ്ട്, എന്നിട്ട് ആരോഗ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും കണ്ണ് തുറക്കുന്നില്ല. കാര്യം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് വന്നിരുന്നാലും, രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നിരുന്നാലും ഈ മണ്ണിൽ നിന്ന് ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാതെ ഞങ്ങൾ ഇവിടെ നിന്ന് മാറില്ല. ചേച്ചി, ഒട്ടേറെ ആക്ഷേപങ്ങളാണ് ഈ സമരസമിതിയെ അല്ലെങ്കിൽ സമരക്കാർക്കെതിരെ സർക്കാർ പറയുന്നത്. അതായത്
നിങ്ങൾ ഈ ആശാവർക്കർമാരല്ല എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ എങ്ങനെയാണ് ഇതിനെല്ലാം പ്രതികരിക്കുന്നത്? ഈ 37 ദിവസം പിന്നിടുമ്പോഴും അതൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? പ്രതികരിക്കാൻ ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഇവർ രാഷ്ട്രീയം എന്ന് പറയുന്നത്, പക്ഷേ ഞങ്ങളുടെ രാഷ്ട്രീയം ഇവിടെ ഇരിക്കുന്ന 3/4 ആശമാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ്. അല്ല ഞങ്ങൾ ഈ സമരത്തിലെത്താത്ത ആൾക്കാർ വരെ ആൾക്കാർ വരാത്തതിന് കാരണം അവർ വരെ നമ്മളെ സപ്പോർട്ടാണ്. കാരണം അവർ ഭീഷണിയുടെ പുറത്ത് അവർക്കിവിടെ വരാൻ കഴിയാതെ നിൽക്കുന്നത്. എന്ത് വന്നാലും ഞങ്ങളെ അവകാശം നേടിയിട്ട് ഇവിടെ നിന്നും പോകാൻ തയ്യാറാവുന്നുള്ളൂ. ഞങ്ങളുടെ യഥാർത്ഥ ആശമാരല്ല എന്ന് പറയുന്നു. അതിൻ്റെ തെളിവ് ഇതായിരിക്കുന്നു. ഇതിലപ്പുറം തെളിവ് എന്താണ് വേണ്ടത്? ആശമാരാണോ അല്ലേ എന്നുള്ളത് ഞങ്ങളുടെ ID കാർഡാണ്. അതുതന്നെയാണ് അനു, വിമർശനങ്ങൾക്കുള്ള മറുപടിയാണ്. ID കാർഡ് ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് സമരവേദിയിൽ ഇരിക്കുന്ന ഈ അമ്മമാർ പ്രതികരിക്കുന്നത്. അവരുടെ ഈ ആശാപ്രവർത്തകരല്ല, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കെട്ടിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ ചമച്ചുകൊണ്ടുവന്ന ചമച്ചുകൊണ്ടുവന്ന ആളുകളാണ് എന്നതടക്കമുള്ള CPM-ൻ്റെയും സർക്കാരിൻ്റെയും വിമർശനങ്ങൾക്കുള്ളൊരു മറുപടി കൂടിയാണ് ഈ ഐഡന്റിറ്റി കാർഡ് ഉയർത്തിക്കാട്ടിക്കൊണ്ട് അവർ പ്രതിഷേധിക്കുന്നത്. സമരം 37 ദിവസങ്ങളാണ് ഇന്നേക്ക് പിന്നിടുന്നത്. 37ാമത്തെ ദിവസത്തിലേക്കാണ് ഇന്ന് കടക്കുന്നത്. ഇത്രയും ദിവസം ഒരു സ്ത്രീ സമൂഹം ശക്തമായി സമരം ചെയ്യുന്നത് ഈ അടുത്ത കാലത്ത് കേരള സമൂഹം കണ്ടിട്ടില്ല. കാരണം സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഒരു സമരം ഈ 37 ദിവസം പിന്നിടുന്നു. ആ 37 ദിവസം പിന്നിടുമ്പോഴും ഈ അതിശക്തമായ രീതിയിൽ സമരം മുന്നേറുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി മാർച്ച് മാസം 20-ാം തീയതി നിരാഹാര സമരത്തിലേക്ക് കടക്കും. 3 പേർ അടങ്ങുന്ന ഒരു സംഘമായിരിക്കും നിരാഹാരമിരിക്കുക. അതിനുശേഷം പിന്നീട് അത് മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ കഴിയുന്നത്. അങ്ങനെ ശക്തമായ രീതിയിൽ സമരവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു 3-ാം ഘട്ടം എന്ന നിലയിൽ, അതായത് ഈ രാപ്പകൽ സമരത്തിൻ്റെ ഒരു 3-ാം ഘട്ടം എന്ന നിലയിലാണ് ഈ നിലവിൽ സത്യാഗ്രഹ സമരത്തിലേക്ക് കടക്കുന്നത്. എന്തായാലും സമരം ശക്തമായി തന്നെ മുന്നേറുന്നു. തീർച്ചയായും പ്രശാന്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇത്രയധികം സ്ത്രീകൾ ഇങ്ങനെ ഒരുമിച്ച് 37 ദിവസമൊക്കെ കേരള ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു സമരം എന്ത് ദയനീയമായ അവസ്ഥയാണല്ലേ അനു. സംസ്ഥാന സർക്കാർ ഇപ്പോഴും അവർക്ക് നേരെ കണ്ണു തുറക്കാത്തത് വലിയ തരത്തിലുള്ള സങ്കടം ഉണർത്തുന്നു. കാരണം അവരത്രയും കഷ്ടപ്പെട്ട്, നമുക്കറിയാം കോവിഡ് സമയത്ത് അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് നേരെയാണ് മുഖം തിരിക്കുന്നത്. ഇന്ന് നമ്മളോട് പ്രതികരിച്ചവർ പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ചിരുന്നു. അത് മാത്രം മതിയാകും ഒരുപക്ഷെ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഇവരോട് ഉള്ള നിലപാടും ഇരട്ടത്താപ്പും തിരിച്ചറിയാൻ. കാരണം സമരം ചെയ്യുന്നവരിൽ ഒട്ടുമിക്കവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അനുഭവമുള്ളവർ എന്ന് പറയുന്നു. ഒരിക്കലും അവർ ഈ സർക്കാരിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഈ 37 ദിവസവും തങ്ങളുടെ നേരെ സർക്കാർ കണ്ണു തുറക്കുമെന്ന് പറയുന്നുണ്ട്. ഇവരെ അധിക്ഷേപിച്ച് CPM നേതാക്കൾ, LDF കൺവീനർ ഉൾപ്പെടെയുള്ളവർ നിരന്തരം രംഗത്തെത്തിയിട്ട് പോലും ഇവർ സംയമനം പാലിച്ചാണ് തിരികെ പ്രതികരിക്കുന്നതൊക്കെ. അവർ സമരം ചെയ്യുന്നത് അവരുടെ അതിജീവനത്തിനാണ്. മാത്രമല്ല, ഈ തൊഴിലാളി പാർട്ടി എന്ന ലേബലിലുള്ള ഭരണ പാർട്ടി ഇപ്പോൾ തൊഴിലാളികളോടൊപ്പമാണോ എന്നുള്ള ആത്മപരിശോധന നടത്തണമെന്ന് അവർ പറയുന്നുണ്ട് ആവർത്തിച്ച്. അത് ഈ ഒരു സമരത്തിൽ കൂടെ ഒരുപക്ഷെ കേരളം ഒന്നാകെ ചോദിക്കേണ്ടി വരും എന്നതുകൂടിയാണ്.